ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വിസിമാരെ ഗവർണർ പുറത്താക്കി. കാലിക്കറ്റ് വിസി ഡോക്ടർ MK ജയരാജ്, സംസ്കൃത സർവകലാശാല വിസി ഡോക്ടർ MV നാരായണൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ 4 വിസിമാർക്കും എതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ അതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇവരുടെ നിയമനം ചട്ടങ്ങൾ ലംഘിച്ചാണ്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നിയമനമല്ല ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നേരത്തെ രാജ്ഭവൻ എടുത്തിരുന്ന നിലപാട്. ഇവർക്ക് നേരത്തെ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ ഉൾപ്പെടെ ഈ 4 വിസിമാർ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ 2 സർവകലാശാല വൈസ് ചാൻസലർമാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർമാർക്കെതിരെയാണ് നടപടി. പക്ഷെ അതേസമയം ഡിജിറ്റൽ സർവകലാശാല, ഒപ്പം തന്നെ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഇതുവരെ രാജ്ഭവൻ ഗവർണർ തീരുമാനിച്ചിട്ടില്ല. 10 ദിവസത്തിനകം എന്തായാലും ഗവർണർ ഈ നടപടിക്കെതിരെ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നു. എന്തായാലും മറ്റൊരു നിയമയുദ്ധത്തിലേക്ക് കൂടി ഇത് വഴിമാറും എന്നുള്ളത് ഉറപ്പാണ്. 2022 ഒക്ടോബറിൽ പുറത്താക്കൽ നോട്ടീസ് നൽകി വിസിമാരെ ഹിയറിംഗ് നടത്തിയപ്പോൾ അന്ന് തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇത് 1 വർഷം കഴിഞ്ഞിട്ടും ഇതിലൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടപടി സ്വീകരിക്കുന്നത്. ഈ വിസിമാരുടെ നിയമനത്തിൽ അപാകതയുണ്ട് എന്നാണ് ഗവർണർ പറയുന്നത്. എന്തായാലും ഇവർക്ക് ഈ നടപടി ഉത്തരവിൽ തന്നെ ഇതിൽ കോടതിയെ സമീപിക്കാൻ 10 ദിവസം കൂടി സമയം നൽകുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി പുറത്തു വരുന്നത്. നേരത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കേരളം കണ്ടതുമാണ്. ആദിൽ പാലോട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരുടെ പേരുകൂടി ഈ ഗവർണർ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്ന നിലത്തിൽ പുറത്തു വന്നിരുന്നു. പക്ഷെ അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വൈസ് ചാൻസലർമാർക്കെതിരെയാണ് നിലവിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നടപടി എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആകെ 11 വിസിമാർക്കാണ് ആദ്യഘട്ടത്തിൽ KTU സർവകലാശാല വിസി MS രാജശ്രീയെ സുപ്രീം കോടതി വിധി പ്രകാരം പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ നിയമനത്തിൽ അപാകതയുണ്ടെന്ന് കാട്ടി 11 വിസിമാർക്കാണ് ആദ്യഘട്ടത്തിൽ രാജിവെക്കാൻ ഗവർണർ നോട്ടീസ് നൽകിയത്. ഇതിനെതിരെ വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി കേസ് പലതവണ വാദം കേട്ടിരുന്നു. ഇതിനിടെ ഈ 11 വിസിമാരിൽ 7 വിസിമാർ വിരമിക്കുകയോ കോടതി വിധി പ്രകാരം പുറത്തു പോകേണ്ടി വരികയോ ചെയ്തിരുന്നു. ബാക്കി 4 വിസിമാരാണിപ്പോൾ പദവിയിൽ അതേപ്രകാരം തുടരുന്നത്. അതിൽ 2 വിസിമാരെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഗവർണറുടെ അവസാനം വാദം കേട്ടപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചത് 6 ആഴ്ചക്കകം UGC മാനദണ്ഡങ്ങളും നിയമങ്ങളും പരിശോധിച്ച് ഗവർണർ ഒരു നടപടി വിസിമാരുടെ കാര്യത്തിൽ എടുക്കണം എന്നതായിരുന്നു. അങ്ങനെ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹൈക്കോടതി വിധി പ്രകാരം 10 ദിവസത്തേക്ക് ഈ തീരുമാനം നടപ്പിൽ വരുത്താൻ കഴിയില്ല. ഈ 10 ദിവസത്തിനിടയ്ക്ക്